നമ്മുടെ CPM സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. എന്തൊക്കെയാണ് അവരുടെ മുദ്രാവാക്യം? കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. പറയുന്നത് ആരെന്നറിയാമോ? ഉമ്മൻചാണ്ടിയുടെ മക്കളല്ല, ചെന്നിത്തലയുടെ മക്കളല്ല, പിന്നെ ആരാണെന്നുള്ളത് നമുക്ക് ബാക്കി പൂരിപ്പിക്കാൻ കഴിയും. അങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്ന SFIയെ പരിധി വിട്ട് പിന്തുണയ്ക്കുന്ന സർക്കാരിന് കർശന താക്കീതുമായിട്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരായുള്ള എല്ലാ നടപടികളും അസാധുവാക്കിയ ഹൈക്കോടതി വിധിയിലാണ് കടുത്ത ഭാഷയിലെ വിമർശനം. SFIയുടെ പരാതിയിൽ പ്രിൻസിപ്പലിനെ ക്രൂശിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. ഹൈക്കോടതി ഇടപെട്ടാണ് പ്രതികാര നടപടികൾ ഇല്ലാതാക്കിയത്. ഉത്തരവിൽ സർക്കാരിനും SFIക്കും കടുത്ത വിമർശനമാണുള്ളത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ കേസുമായി ബന്ധപ്പെട്ടും വിധിക്കുള്ള പ്രാധാന്യം ഏറെയാണ്. കോടതി ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ രമയുടെ സാമൂഹിക കാഴ്ചപ്പാടും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കുറ്റകരമായ ഒന്നാണെന്ന് തോന്നുന്നില്ല. സർക്കാരിൻ്റെ ബാഹ്യ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. സർക്കാർ നിലപാട് നിഷ്പക്ഷമല്ല. ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ വിഭാഗമാണ് SFI എന്നതിനാൽ തന്നെ SFIക്കെതിരെ ഡോക്ടർ രമ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ സർക്കാർ സംവിധാനം തയ്യാറായില്ല എന്നുള്ളത് ബാഹ്യ പ്രേരണയ്ക്ക് സർക്കാർ വിധേയമായി എന്നുള്ളതിനും രാഷ്ട്രീയ ഭേദമന്യേ നിലപാടുകൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതിനും തെളിവായി കോടതി വിലയിരുത്തി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ രമയ്ക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ നിന്നും രൂപപ്പെട്ട അസ്വസ്ഥതയുടെ ഭാഗമായ ഒരു സാമൂഹ്യ മാധ്യമത്തിന് രമ നൽകിയ അഭിമുഖത്തിനെ കാണുന്നത്. പരാതിക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കപ്പെടണം. ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയമായി സർക്കാർ സംവിധാനം രമയ്ക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാരണം കാണിക്കൽ നോട്ടീസും കോടതി അസാധുവാക്കി. ഡോക്ടർ രമയ്ക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അക്ഷയ് എന്ന SFI യൂണിറ്റ് സെക്രട്ടറിയാണ്. ഡോക്ടർ രമയെ SFI യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനും തടഞ്ഞുവെച്ചതിനും ആക്ഷേപിച്ചതിനുമെതിരെ കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പ് യാതൊരു നടപടിയും കൈക്കൊള്ളാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു. CCTV ക്യാമറ തെളിവായി സ്വീകരിക്കണമെന്നുള്ള രമയുടെ ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾ നിഷ്പക്ഷമല്ല. ഡോക്ടർ രമയെ ഏതു വിധേനയും സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് ഈ അന്വേഷണങ്ങൾക്കുള്ളത്. ഡോക്ടർ രമയുടെ ഭാഗം ഉൾക്കൊള്ളുവാൻ അന്വേഷണം നടത്തിയവർക്ക് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പ്രേരണയോടെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിച്ചു എന്നത് സുവ്യക്തമാണ്. രമ ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിച്ചിരുന്നെങ്കിൽ സത്യം പുറത്തു വരുമായിരുന്നു. ബാഹ്യ ഇടപെടലിന്റെ സമ്മർദ്ദത്താൽ സ്വതന്ത്രമായ അന്വേഷണം നടന്നില്ല. കണ്ണൂർ സർവകലാശാല ഒരു രക്ഷിതാവിന്റെ പരാതിയിൽ ഡോക്ടർ രമയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടതിനെയും ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ഡോക്ടർ രമയ്ക്കെതിരെ യാതൊരുവിധ തെളിവുകളും കണ്ടെത്തുവാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് കഴിയാത്ത സാഹചര്യത്തിലും PTA നിർദ്ദേശപ്രകാരം ഡോക്ടർ രമ പ്രവർത്തിച്ചു എന്നുള്ള സാഹചര്യത്തിലും പ്രസ്തുത നടപടിയും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ബോധ്യപ്പെട്ടുവെന്ന് കോടതി വിലയിരുത്തുന്നു. രമയ്ക്കെതിരായുള്ള എല്ലാ നടപടികളും അസാധുവാക്കിക്കൊണ്ടുള്ള അസാധാരണമായ ഒരു വിധി കോടതി പ്രസ്താവിക്കുന്നു. വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് ഡോക്ടർ രമയ്ക്കെതിരെ എടുത്ത നടപടികൾ കോടതി വിമർശിച്ചു. ഈ അസാധാരണമായ വിധി നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയുടെ അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കോളേജിൽ മയക്കുമരുന്ന് ഉപയോഗം തടയാൻ ശ്രമിച്ച അധ്യാപികയെ സ്ഥലം മാറ്റിയ നടപടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും നേരത്തെ തടഞ്ഞിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപിക ഡോക്ടർ M രമയെയാണ് കോഴിക്കോട് കൊടുവള്ളി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് മാറ്റിയത്. കോളേജിലെത്തിയ അധ്യാപികയെ ഹാജർ രേഖപ്പെടുത്തുവാൻ പ്രിൻസിപ്പൽ അനുവദിച്ചില്ല. വിദ്യാർത്ഥി സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് അധ്യാപികയെ സ്ഥലം മാറ്റിയത്. വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന രീതിയിൽ പൊതുവേദിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റുന്നതെന്നാണ് ഉത്തരവിലുള്ളത്.